നമുക്കറിയാം ഇന്നത്തെ വിയർപ്പിൻ്റെ ഫലം നാളെ സ്വസ്ഥമായൊരു ജീവിതത്തിന് ഉതകും എന്ന ഒരേ ഒരു പ്രതീക്ഷയിലാണ് സാധാരണക്കാർ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം എപ്പോഴും മാറ്റിവെക്കുന്നത്. ഉണ്ടായിട്ടല്ല പലരും അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അവരുടെ ആഗ്രഹങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നതിൻ്റെ ഒരുപാട് വാർത്തകൾ നമ്മുടെ സംസ്ഥാനത്ത് വരുന്നുണ്ട്. അതൊക്കെ വല്ലാത്ത ആശങ്കയും ജനങ്ങളിൽ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി തൃശ്ശൂരിൻ്റെ തീരദേശ മേഖലയിൽ നിന്നാണ് പുതിയൊരു തട്ടിപ്പിൻ്റെ വാർത്ത പുറത്തു വരുന്നത്. പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തിയവരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന പേരിൽ പ്രവാസികളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു തുടങ്ങിയ കമ്പനി കരുതലാകുമെന്ന് കരുതി നിരവധി പ്രവാസികൾ നിക്ഷേപം നടത്തി. പക്ഷേ കാത്തിരുന്നത് മറ്റൊരു വലിയ നിക്ഷേപ തട്ടിപ്പായിരുന്നു. പ്രവാസികളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമെന്ന നിലയിലായിരുന്നു നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. ഇതോടെ വിദേശത്തും സ്വദേശത്തുമുള്ളവർ ഒരുപോലെ നിക്ഷേപം നടത്തി. എന്നാൽ ഒരു വർഷമായി പലിശ പിൻവലിക്കാതാവുകയും നിക്ഷേപം പിൻവലിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തതോടെയാണ് നിക്ഷേപകർ പ്രതിസന്ധിയിലായത്. പൈസ ആയിട്ടും ഗോൾഡായിട്ടും നിക്ഷേപമുണ്ട്. ഗോൾഡ് സ്കീം എന്ന് പറഞ്ഞിട്ട് ഇവർ സ്കീം കൊണ്ടുവന്നു. ഒരു 10 പവൻ ഗോൾഡ് ഇവിടെ കമ്പനിയിൽ വെക്കുകയാണെങ്കിൽ മാസം 500 രൂപ ഇൻസെൻറ്റീവായിട്ട് തരാം. 10 പവൻ 500 രൂപ മാസം. അങ്ങനെ പലരും ഗോൾഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്ത ഗോൾഡ് എടുത്തിട്ട് ഇവിടുത്തെ ഡയറക്ടർ ബോർഡിലെ ഒരു ഡയറക്ടർ മറ്റു പല ബാങ്കിലേക്ക് ആ ഗോൾഡ് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. പ്രവാസികളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്ന വിവിധ കമ്പനികളുടെ കൂട്ടായ്മയായാണ് പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തൃപ്രയാർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത്. 2005 രൂപീകരിച്ച കമ്പനിയുടെ തൃശ്ശൂരിലെയും വാടാനപ്പള്ളിയിലെയും ഓഫീസുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ചാവക്കാട്ടെയും തൃപ്രയാറിലെയും ഓഫീസുകൾ ഭാഗികമായേ പ്രവർത്തിക്കുന്നുള്ളൂ. 50,000 രൂപ മുതൽ 30 ലക്ഷം വരെ നിക്ഷേപിച്ചവരിൽ അധികം പേർക്കും 4 വർഷമായി പലിശ ലഭിക്കുന്നില്ല. കമ്പനിയിൽ നിന്ന് മുതലും പലിശയും ലഭിക്കാതായതോടെ പോലീസിൽ പരാതി നൽകി. തൃശൂർ, പാവറട്ടി, വാടാനപ്പള്ളി, ചാവക്കാട് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രവാസി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പ്രവാസികൾക്ക് ഒരു പ്രതീക്ഷയാണ്. പ്രവാസികളുടെ ജീവിതം സുരക്ഷിതമാക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് ഒരു പരിഗണന കൊടുക്കാവുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിലാണ് പല പ്രവാസികളും 10, 30, 40 വർഷമൊക്കെ ജോലി ചെയ്തിട്ട് അവിടെ ഈ ആടുജീവിതം നയിച്ചതുപോലുള്ള ജീവിതം നയിച്ചിട്ടാണ് ഈ നക്കാപ്പിച്ച പൈസ ഒക്കെ ഉണ്ടാക്കുന്നത്. ആ പൈസ കൊടുത്തിട്ടാണ് ഇവിടെ ഇട്ടിട്ടാണ് ഇവർ ഈ തോന്നിയാസമൊക്കെ നടത്തുന്നത്. ഇന്ന് പല കുടുംബങ്ങളും ആത്മഹത്യയുടെ വക്കിലാണ്. പണമായുള്ള നിക്ഷേപത്തിന് പുറമെ സ്വർണവും പലരും നിക്ഷേപിച്ചിരുന്നു. 10 പവൻ സ്വർണം സ്ഥാപനത്തിന്റെ ലോക്കറിൽ സൂക്ഷിച്ചാൽ 500 രൂപ ഇൻസെന്റീവ് ലഭിക്കുന്നതായിരുന്നു സ്കീം. സ്വർണം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. എന്നാൽ ഇൻസെന്റീവ് ലഭിക്കാതായതോടെ നിക്ഷേപകർ സ്വർണം പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും ലഭ്യമായിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സ്വർണം പല ധനകാര്യ സ്ഥാപനങ്ങളിലും പണയം വച്ചതായി കണ്ടെത്തി. ഇതോടെ കൂടുതൽ പേർ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു. കമ്പനി കബളിപ്പിക്കുന്നത് ബോധ്യമായതോടെ ഇരയായ നിക്ഷേപകർ സംഘടന രൂപീകരിച്ചു. സംഘടനയിലുള്ള 100-നടുത്ത് അംഗങ്ങൾക്ക് കമ്പനിയിൽ 10 കോടിയിലധികം രൂപയുടെ നിക്ഷേപമുണ്ട്. സംഘടനയിൽ അംഗങ്ങളല്ലാത്തവരുടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപവും കമ്പനിയിലുണ്ട്. 100 കോടിയുടെ അടുത്ത് നിക്ഷേപം മടക്കി കിട്ടാനുണ്ടെന്നാണ് നിക്ഷേപകരുടെ ആരോപണം. കമ്പനി അധികൃതർക്കെതിരെ പോലീസ് പരാതിയുണ്ടെങ്കിലും നടപടികളിലേക്ക് കടക്കാത്തതിന് പിന്നിലും ഉന്നത രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന ആരോപണവും ശക്തമാണ്. വിദേശ നാടുകളിലടക്കം ചോരനീരാക്കി പണിയെടുത്ത കാശാണ് ഈ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചത്. പ്രവാസികൾ മുതൽ 380 രൂപ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവർ വരെ വിശ്വാസപൂർവ്വം നിക്ഷേപം നടത്തി. ഇന്ന് എല്ലാം നഷ്ടപ്പെട്ടവർ ചോദിക്കുന്നത് നീതി മാത്രമാണ്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. കമ്പനി അധികൃതർക്കെതിരെ പരാതി ഉണ്ടായിട്ടും പോലീസ് നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടലെന്ന് നാട്ടുകാർക്ക് ആരോപണമുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. കഷ്ടപ്പെട്ട് പണിയെടുത്ത പൈസയാണ്, അതിപ്പോൾ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലായി. അപ്പം അതുകൊണ്ട് സർക്കാർ ഇതിൽ അടിയന്തരമായിട്ട് ഇടപെടണം. 2019 ലൈസൻസ് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് അറിയില്ല, നമുക്ക് പറഞ്ഞു കേട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ പലരും ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ടുണ്ട്. അത് ലൈസൻസ് ഒക്കെ ഇല്ലാതെ ഡെപ്പോസിറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവരുടെ ഈ തൊട്ട് കാണുന്ന സ്ഥലം ഇവരുടേതായിരുന്നു. ആ സ്ഥലം വിറ്റിട്ട് നമുക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. അത് വിറ്റിട്ട് അവർ പൈസ തന്നില്ല. ഇത് ഏകദേശം ഒരു 100 കോടിയുടെ അടുത്ത് ഇവിടെ തട്ടിപ്പടന്നിട്ടുണ്ട്. ഇത് മുൻ ഡയറക്ടർമാരാണ് ഇതിൻ്റെ പിന്നിലാണ് ഈ രാമകൃഷ്ണൻ എന്ന ഇപ്പോഴത്തെ ചെയർമാൻ പറയണത്. ഈ ഡയറക്ടർമാർ കുറേയൊക്കെ ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. ഇത് മറ്റൊരു കരുവന്നൂരാണ്.
തോമസ് കുട്ടി കലഞ്ഞൂർ ചോദിക്കുന്നു, താങ്കൾക്ക് ഒരു 15 ദിവസം അവധിയെടുത്ത് മാറി നിന്നുകൂടെ? ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. അഡ്ജസ്റ്റ് ചെയ്യണം. മാറി നിന്നിട്ട് അവസാനം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാതെ നമ്മുടെ സംഭവം താഴെ വീഴരുത്. ഇനി ഒരു ഇടവേള കഴിഞ്ഞു വരുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകത്തേക്ക് നമ്മൾ സഞ്ചരിക്കും. കേസ് ഡയറിയുമായി ഇടവേള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.